സംഭവം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 30 മുതൽ 44 വരെ പ്രകാരം നമ്മൾ കാണുന്നുണ്ട്. ഈശോ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവർ പരിഭ്രാന്തരായിരുന്നു. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈശോ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരായ നിസ്സഹായരായ ഒരു കൂട്ടം ജനങ്ങൾ. ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. ഈ അനുകമ്പയുടെ ഒരു യഥാർത്ഥമായ മുഖമാണ് ബഹുമാനപ്പെട്ട മാത്യു വടക്കേ മുറിയച്ചൻ. എവിടെയെല്ലാം അദ്ദേഹം ജനങ്ങളെ കണ്ടോ, ജനങ്ങളെയല്ല, അത്യാവശ്യത്തിലുള്ളവരെ അദ്ദേഹം കണ്ടു. ആരാണ് സഹായവും പിന്തുണയും കരുതലുമൊക്കെ ആവശ്യമുള്ളത് എന്ന കാര്യം അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മേജർ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു വലിയ കാലവർഷം അനുബന്ധിച്ച് പ്രകൃതിക്ഷോഭമുണ്ടായി. അപ്പോൾ സെമിനാരിയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ അനേകം വീടുകൾ തകർന്നുപോയി. ശമ്മാശന്മാർ കാണുന്നുണ്ട് ഈ തകർന്നു പോയ വീടുകളെല്ലാം. അപ്പോൾ അതിലെല്ലാം കണ്ട് തിരികെ വന്നപ്പോൾ അനേകം ശമ്മാശന്മാർ പഠിക്കുന്ന സെമിനാരിയാണ്. പക്ഷെ ആ ശമ്മാശന്മാരിൽ ഒരാൾ റക്ടറച്ചൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നമ്മുടെ ചുറ്റും അനേകം പേരുടെ വീട് തകർന്നു പോയിട്ടുണ്ട്, നമുക്കവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തയ്യാറാകണം എന്നുള്ള കാര്യം. റക്ടറച്ചനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ശമ്മാശന്മാരെല്ലാം ഒരുമിച്ച് കൂടി എല്ലാവരുടെയും പിന്തുണയോടുകൂടി ആ വീടുകളൊക്കെ കേട് മാറ്റി കൊടുക്കുന്ന സംഭവമുണ്ടായി. വൈദികനാകുന്നതിന് മുമ്പേ അദ്ദേഹം അത്യാവശ്യത്തിലായിരിക്കുന്നവരെ കാണുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. അത് ഈശോയുടെ മനസ്സാണ്. ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിൽ നേരം വൈകിയപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ പറഞ്ഞു, സമയം വൈകി, നമ്മുടെ കയ്യിൽ ഭക്ഷിക്കാൻ ഒന്നുമില്ല, ജനക്കൂട്ടത്തെ നമുക്ക് പറഞ്ഞു വിടാം. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും. അപ്പോൾ അവിടെ എന്താണ് ഉള്ളത്? ഒന്നും കയ്യിലില്ലാതിരിക്കെ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും. ഈശോയുടെ ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായിട്ട് എളുപ്പമുണ്ട്. നന്നായിട്ട് വിശന്നിരിക്കുകയാണ്, എല്ലാവരും പൊക്കോളും. എന്നാൽ വിശന്നിരിക്കുന്ന ആ ജനത്തെ പിരിച്ചുവിടുകയല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ആവശ്യം എന്ന് തൻ്റെ ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്. എന്നിട്ട് എന്താണ് ഈശോ ചോദിച്ചത്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 2 അപ്പവും 5 മീനും. 5 അപ്പവും 2 മീനും. അപ്പം അത് കൊണ്ടുവരിക. അത് കൊണ്ടുവന്നാണ് ഈശോ വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത്. ഇതാണ് തൻ്റെ ശിഷ്യന്മാർ ചെയ്യേണ്ടതെന്ന് ഈശോ പഠിപ്പിക്കുകയായിരുന്നു. ജനങ്ങൾക്ക് ആവശ്യമായത് ചെയ്യാനും കൊടുക്കാനുമൊക്കെ തയ്യാറാകുക. അപ്പം അതിനെ അവരെ പ്രാപ്തരാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈശോ ചെയ്ത ഈ കാര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കത്തോലിക്കാ തിരുസഭ സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. ജനങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളിൽ എല്ലാം ഇടപെട്ട് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം മനുഷ്യജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കാര്യമായിട്ട് ഇടപെട്ട്
എല്ലാറ്റിനും ഒരു പരിഹാരം കണ്ടെത്തിയ ഒരു സ്പിരിച്വൽ സോഷ്യൽ ജീനിയസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന വ്യക്തിയാണ് ഈ ഇടവകയുടെ സ്വന്തമായ ബഹുമാനപ്പെട്ട മാത്യു വടക്കേമുറി അച്ഛൻ. 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ റബ്ബറിന് വില ഇടിഞ്ഞു. കിലോയ്ക്ക് 20 രൂപ വിലയായി. എന്താ ചെയ്യുക? കർഷകർക്ക് വളരെ ദയനീയമായ സ്ഥിതിയുണ്ടായി. ആ സമയത്ത് കെട്ടിക്കിടക്കുന്ന റബ്ബർ കയറ്റുമതി ചെയ്യണം. ഇൻഫാമിന് മുൻകൈയെടുത്ത് കയറ്റുമതി ചെയ്യാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാനും ഗവൺമെൻറ്റിൽ ക്രിയാത്മകമായിട്ട് സമ്മർദ്ദം ചെലുത്താനും ഫലപ്രദമായിട്ട് പരിഹാരം കാണാനുമൊക്കെ സാധിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അദ്ദേഹം ക്രിയാത്മകമായിട്ട് ഇടപെട്ടു. വെള്ളം, ഊർജം, ഭക്ഷ്യോൽപാദനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, കാർഷിക വിഭവങ്ങളുടെ മൂല്യവർദ്ധിത സംരംഭങ്ങൾ, അവയുടെ വിപണനം, ഗ്രാമീണ ജനങ്ങളുടെ കൂട്ടായ്മകൾ എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്ത് അദ്ദേഹം വ്യത്യസ്തമായ കാര്യങ്ങൾ ആവിഷ്കരിച്ചു. മലനാട് മിൽക്ക്, കാഞ്ഞിരപ്പള്ളി മലയോര പ്രദേശങ്ങളിൽ കാളി വളർത്തൽ സാധ്യതകൾ കണ്ടറിഞ്ഞ് കർഷകരെ അതിന് പ്രാപ്തരാക്കി അതിന് ആ പാൽ ശേഖരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി. അങ്ങനെ മലനാട് മിൽക്ക് എന്നുള്ള ഒരു വലിയ സംരംഭം അവിടെ രൂപപ്പെടുകയായിരുന്നു. അങ്ങനെ ആദായകരമായിട്ട് കാലി വളർത്തൽ കർഷകർക്ക് സാധ്യമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ച് വിജയകരമായിട്ട് നടപ്പാക്കാനായിട്ട് കഴിഞ്ഞു. 90 ദിവസം കൊണ്ട് പമ്പാ നദിക്ക് കുറുകെ പാലം പണിയുക ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് പോലും സാധിക്കുന്ന കാര്യമല്ല. 90 ദിവസം കൊണ്ട് പമ്പാ നദിക്ക് കുറുകെ പാലം പണിയുക, ഇത് സാധിച്ച ഒരു അത്ഭുത വ്യക്തിത്വമാണ്. 11 മാസം കൊണ്ട് മലനാട് ഡയറി പ്ലാന്റ് പണി പൂർത്തിയാക്കി. 11 മാസം കൊണ്ടാണ് മലനാട് ഡയറി പ്ലാന്റ് പണി പൂർത്തിയാക്കി. കാളകെട്ടി കോരുത്തോട് റോഡ് പണിക്ക് ഒറ്റ ദിവസം 4000 പേരെ ശ്രമദാനത്തിനിറക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു മാത്യു അച്ഛൻ. 4000 പേരാണ് ഒറ്റ ദിവസം ഈ ശ്രമദാനത്തിൽ പങ്കുചേർന്നത്. അദ്ദേഹത്തിന് ഉറപ്പുള്ളൊരു കാര്യമുണ്ടായിരുന്നു, മെല്ലെപ്പോക്ക് പാടില്ല, നല്ല വേഗതയിൽ കാര്യങ്ങൾ ചെയ്യണം, കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാവണം, നല്ല സ്പീഡുണ്ടാവണം, ഒപ്പം തീരുമാനമുണ്ടാവണം, അതിൽ നിന്ന് ഫലമുണ്ടാകണം. ഇത് കൃത്യമായിട്ട് അദ്ദേഹം നിറവേറ്റിയ വ്യക്തിയാണ്. മുണ്ടക്കയത്തിനടുത്ത് പനക്കച്ചിറയിൽ 300 വീടുകളാണ് ഭവനരഹിതർക്കായിട്ട് സർക്കാരിൻ്റെ സഹായത്തോടുകൂടി പണിത് കൊടുക്കാനായിട്ട് കഴിയും. 300 വീടുകൾ. അപ്പം അങ്ങനെ കേരളത്തിനുടനീളം ഒരു മോഡലായിരുന്നു പനക്കച്ചിറയിലെ ഭവന പദ്ധതികൾ. ഗവൺമെൻറ് പോലും ആ ഒരു പദ്ധതിയുടെ വ്യത്യസ്തമായ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പ്രകാരമുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയുണ്ടായി. മഴവെള്ള സംഭരണം, അതിനായിട്ട് ഫെറോ സിമൻറ്റ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ഇതെല്ലാം പോപ്പുലറായത് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യത്താലാണ്. അതുപോലെ ഗ്യാസ് പ്ലാന്റ്, നീർത്തട വികസന പദ്ധതികൾ, സൗരോർജ ഉപയോഗം, ക്ഷമതയുള്ള അടുപ്പുകൾ, സോളാർ കുക്കർ പ്രചാരണം, ഇവയൊക്കെ വളരെ വ്യത്യസ്തമായ തലങ്ങളിൽ രൂപങ്ങളിലൊക്കെ നടപ്പാക്കാൻ അച്ഛന് നേതൃത്വം നൽകി. ഭൂമിയും മനുഷ്യനും ഏറ്റവും മികച്ച മൂലധനമായിട്ട് അദ്ദേഹം കണ്ടു. സർക്കാരിനെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ചലിപ്പിക്കുന്ന ഒരു യന്ത്രമായി
മാത്യു അച്ഛൻ മാറി. സർക്കാർ ഓഫീസുകളിൽ എത്ര പ്രാവശ്യം കയറിയിറങ്ങാനും അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ ഓഫീസുകളിൽ ചെന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചാരുത പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റെയിൽവേ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർഷിക റെയിൽവേ ചരിത്രത്തിൽ ഗ്രീൻ ബോഗി എന്ന് പറയുന്ന ഒരു ബോഗി തന്നെ റെയിൽവേ സംഘടിപ്പിച്ച് ശീതീകരിച്ച ബോഗിയാണ്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കേടുകൂടാതെ ഇന്ത്യയിൽ എവിടെയും എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സംരംഭമാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൽ റെയിൽവേ വകുപ്പിലൊക്കെ സമ്മർദ്ദം ചെലുത്തി ഇപ്രകാരം കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹം വളരെയേറെ ഉത്സാഹിച്ച വ്യക്തിയാണ്. കൂവപ്പള്ളിയിലുള്ള അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥാപനം, ദീപികയുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ, ഇൻഫാം കാർഷിക മുന്നേറ്റം, ഇവയ്ക്കെല്ലാം അദ്ദേഹത്തിൻ്റെ സഹതമായ താല്പര്യവും ഉത്സാഹവും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാർഷിക മേഖലയിൽ എപ്പോഴെല്ലാം പ്രശ്നമുണ്ടായോ, പ്രതിസന്ധി ഉണ്ടായോ, ക്രൈസിസ് ഉണ്ടായ കാലഘട്ടത്തിലെല്ലാം ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് വിദഗ്ധനെ പോലെ അദ്ദേഹം ഇടപെട്ടു. 1990-കളിൽ ടൈസാക് ബ്രൂഡ് എന്ന വൈറസ് രോഗബാധ മൂലം കേരളത്തിലെ തേനീച്ച കോളനികൾ മുഴുവൻ ഇല്ലാതായപ്പോൾ സർക്കാരും കൃഷി വകുപ്പും ഉൾപ്പെടെ എല്ലാവരും നിസ്സഹായരായി നിന്നു. എന്താണ് പരിഹാരമെന്നറിയാതെ നിന്നപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു അച്ഛന് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാപകമായിരുന്ന ഇറ്റാലിയൻ തേനീച്ച കോളനികൾ കേരള എക്സ്പ്രസ്സിൽ ട്രെയിനിൽ ചരക്ക് വാഗൺ ഘടിപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രതിസന്ധി മറികടക്കാൻ തേനീച്ച കർഷകരെ പ്രാപ്തരാക്കി. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ സവിശേഷത. ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തി, പ്രത്യേകമായിട്ട് റെയിൽവേ വാഗൺ തന്നെ രൂപപ്പെടുത്തി. ഇതിൻ്റെ എല്ലാം കാരണം ഗവൺമെൻറ്റിന് ബോധ്യമുണ്ട്, വടക്കേ മുറിയച്ചൻ ഒരു കാര്യം ആവശ്യപ്പെടുന്നത് നാടിൻ്റെ ആവശ്യമാണ്, ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇത്ര ബോധ്യമുള്ളതുകൊണ്ടാണ് സർക്കാരും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ അതിനോട് അനുകൂലമായിട്ട് നിൽക്കാനായിട്ടിടയായത്. മലനാട് ഉൽപ്പന്നങ്ങൾ നിരവധി വൈവിധ്യമുള്ള മേഖലകളിലേക്ക് വ്യാപിക്കുന്നതും അച്ഛൻ്റെ ഉത്സാഹത്തോടു കൂടിയാണ്. മലനാട് ബാർ സോപ്പൊക്കെ വൻകിട സോപ്പ് കമ്പനികളോട് മത്സരിച്ച് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കേരളത്തിൽ ആദ്യമായിട്ട് പട്ടുനൂൽപ്പുഴു വളർത്തൽ ആരംഭിക്കുന്നതും മലനാട് ആണ്. പ്രകൃതി സംരക്ഷണത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു കരുതൽ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു. പ്രകൃതിയോട് ചേർന്നായിരിക്കണം വികസനം, പ്രകൃതിയോട് ചേർന്നുള്ള വികസനം എന്നുള്ള കാഴ്ചപ്പാട് കൃത്യമായിട്ട് ആവിഷ്കരിച്ച് നടപ്പാക്കാനായിട്ടും അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ ജനങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ഗ്രാമീണ മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ളവരെ കൊണ്ടുവന്ന് കൗൺസിലിംഗ് സെൻറ്റർ ആരംഭിക്കാനുള്ള ഭാവാത്മകമായ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ദർശനത്തിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ കുട്ടികളെ തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിപ്പാട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. തുളസി, അരുത, തഴുതാമ, ഇഞ്ചി, ബ്രഹ്മി, മാതളം, ആടലോടകം, കച്ചോലം, പനിക്കൂർക്ക, ചെറുനാരകം. കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഒരു വീട്ടിൽ ഇതെല്ലാം ഉണ്ടാവണം. ഒരു പാട്ടായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ മനസ്സിൽ ഇത് ആഴപ്പെടുത്തി ഇങ്ങനെ ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾക്കിടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ അദ്ദേഹം നിറവേറ്റിയത്. ദൈവത്തിൻ്റെ സവിശേഷമായ കൃപയാണ് അദ്ദേഹത്തിനെല്ലാം പ്രാപ്തനായത്. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, പ്രവാചകനായിരുന്നു, സംരംഭകനായിരുന്നു, പരിശീലകനായിരുന്നു.
ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു മനുഷ്യകരം. അദ്ദേഹത്തെ മനുഷ്യസ്നേഹി എന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഞാൻ പറയും അദ്ദേഹം ദൈവസ്നേഹിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നിഷ്കളങ്കമായിട്ട് നിസ്വാർത്ഥമായിട്ട് മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് കഴിയൂ. ഇത് അദ്ദേഹത്തിന് കഴിഞ്ഞത് ആഴമായ ദൈവസ്നേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ആത്മാർത്ഥമായ ദൈവസ്നേഹം. അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഇടയിൽ നൽകിയ ദർശനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ മനുഷ്യജീവിതം കുറച്ചു കാലം മാത്രമേ ഉണ്ടാവൂ. ഈ കാലഘട്ടങ്ങളിൽ ചെയ്യാവുന്ന എല്ലാ നന്മയും ചെയ്യാൻ ഉത്സാഹമുള്ളവരായിരിക്കുക. ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മയും ചെയ്യാൻ ഒരവസരവും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇങ്ങനെയൊരു ദർശനമാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്, സമൂഹത്തിന് നൽകുന്നത്, സഭയ്ക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതകാലം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എത്ര നാളെന്ന് അറിയില്ല, എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. പക്ഷേ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ ദൈവത്തിന് സംപ്രീതമാക്കി തീർക്കാനായിട്ടിടയാകണം എന്നുള്ള ഒരു ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ബോധ്യം അദ്ദേഹം നമുക്കെല്ലാം പകർന്നു തന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇന്ന് നമ്മൾ ആചരിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രതിജ്ഞ അതാണ്. ജീവിതത്തിലെ നന്മയ്ക്കായി ലഭിക്കുന്ന ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക. സഹോദരങ്ങൾക്ക് വേണ്ടി, ഈ സൃഷ്ടിജാലങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിലെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ സന്തോഷം അതായിരുന്നു വടക്കേ മുറിയച്ചനെ ചലിപ്പിച്ചത്. ഈ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ സന്തോഷം, ആ സന്തോഷം ദൈവം നൽകുന്ന ആനന്ദമാണ്. അങ്ങനെ നിരവധി അധ്വാനങ്ങൾ, കഷ്ടപ്പാടുകൾ, അപകടങ്ങൾ ഇതെല്ലാം ഉണ്ടായെങ്കിലും ഒന്നും അദ്ദേഹത്തിൻ്റെ കർമ്മശക്തിയെ, കർമ്മശേഷിയെ തളർത്തിയില്ല. നിരന്തരമായിട്ട് അദ്ദേഹം അവസാനം വരെ തൻ്റെ ദൗത്യം തുടർന്നു. നന്നായിട്ട് ഓടി. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, ഞാൻ നന്നായി ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. 2012 അദ്ദേഹം നമ്മോട് വിട പറയുന്നത് പൗലോസ് ശ്ലീഹായുടെ ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടും അതരങ്ങളിൽ പറഞ്ഞുകൊണ്ടുമാണ്. ഞാൻ നന്നായിട്ട് ഓടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. നമുക്കെല്ലാം അദ്ദേഹത്തെ സ്നേഹത്തോടെ ഓർക്കാം. വടക്കേമുറി കുടുംബത്തെ പ്രത്യേകമായിട്ട് ഓർക്കാം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഓർക്കാം. ഈ ഇടവകയും തീർച്ചയായിട്ടും ഭാഗ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഈ നാടിന് വലിയ ഉപകാരം ജീവിതം കൊണ്ട് നൽകിയ വടക്കേ മുറിയച്ചന് തീർച്ചയായിട്ടും ദൈവം നിത്യമായ സൗഭാഗ്യം നൽകും എന്ന് പ്രത്യാശിക്കുവാനും നമുക്ക് സാധിക്കും. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹം നൽകുന്ന ദർശനങ്ങൾ നമുക്ക് സ്വന്തമാക്കാനും സമൂഹം അത് ഉൾക്കൊള്ളാനുമൊക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം ഒരുമിച്ച് കൂടാനായിട്ട് ഈ കൂട്ടായ്മയ്ക്കായിട്ട് നമ്മെ ഒരുക്കിയ ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു.